വെൽക്കം ടീച്ചേഴ്സ് ക്ലബ് PSC. എല്ലാ പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കൾക്കും ഉദ്യോഗാർത്ഥികൾക്കും ടീച്ചേഴ്സ് ക്ലബ് PSCയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഓക്കെ, ആദ്യമേ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാം. തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, കാണുന്നവര് വീഡിയോ കയ്യിലെത്തുന്നവര് ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, ചാനൽ ഇഷ്ടപ്പെട്ടവർ സബ്സ്ക്രൈബ് ചെയ്യുക. അത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഓക്കെ, എല്ലാ തരത്തിലുള്ള അപ്ഡേറ്റ്സുകളും തരുന്നതായിരിക്കും. അപ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ EMRS എക്സാംസിന്റെ ലാസ്റ്റ് ഡേറ്റ് നാളെയാണ്. EMRSന് ഏകലവ്യ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് നാളെയാണ്, October 23. നാളെയാണ്. നാളെ 11 രാത്രി 11:59 വരെയാണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്ലൈ ചെയ്യാൻ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് ഒന്നും ആവശ്യമില്ല, ജസ്റ്റ് ഫോട്ടോയും സിഗ്നേച്ചർ മാത്രം മതി. അപ്പോൾ ക്വാളിഫൈഡ് ആയിട്ടുള്ളവർ TGT, PGT, നോൺ ടീച്ചിങ് ഒക്കെ നമ്മുടെ ചാനലിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അപ്ലൈ ചെയ്തിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ഇന്ന് നാളെയുമായിട്ട് അത് അപ്ലൈ ചെയ്യുക. ഓക്കെ, ഇനി നിങ്ങൾക്ക് അടുത്ത പറയാൻ പോകുന്നത് ഇതിനെ പറ്റിയുള്ള, അതായത് ഗവൺമെന്റ് ഓഫ് തമിഴ്നാട് ടീച്ചേഴ്സ് റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ അസിസ്റ്റന്റ് പ്രൊഫസർ നോട്ടിഫിക്കേഷനെ കുറിച്ചാണ്. അതോടൊപ്പം തന്നെ ഇതിന്റെ എല്ലാത്തിന്റെ കോച്ചിങ്, EMRS ആയാലും ഏകലവ്യ ആയാലും KVS ആയാലും NVS ആയാലും അസിസ്റ്റന്റ് പ്രൊഫസർ ആയാലും എല്ലാത്തിന്റെയും കോച്ചിങ് അവൈലബിൾ ആണ്. അതിന് താല്പര്യമുള്ളവർക്ക്, അതിന്റെ കാര്യങ്ങൾ അറിയാൻ താല്പര്യമുള്ളവർക്ക് 77 36 75 04 73 എന്ന് പറയുന്ന നമ്പറിലേക്ക് ഇന്ന് കോൺടാക്ട് ചെയ്യാം. വാട്സ്ആപ്പ് മെസ്സേജ് വഴി ചോദിക്കുകയും ചെയ്യാം. ഓക്കെ, ഇത് അപ്ലൈ ചെയ്യാനുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും കോഴ്സിന് ചേരാനുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം ഇതിന്റെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ദയവേദി നമ്പറിൽ വിളിച്ച് ചോദിക്കുകയും ചെയ്യാം. ഓക്കെ, നമ്പർ ഒന്നും കൂടെ പറയാം: 77 36 75 04 73. ഓക്കെ, ഇനി തുടക്കത്തിൽ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. അപ്പൊ ഈ നമ്പറിലാണ് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കുന്നതിനും മറ്റുള്ള കാര്യങ്ങൾക്കെല്ലാം വേണ്ടി വിളിച്ച് ചോദിക്കണം. എല്ലാ ബാച്ചിന്റെയും കോഴ്സുകൾ അവൈലബിൾ ആണ്. EMRSന്റെ ഏകലവ്യയുടെയും KVSന്റെ കേന്ദ്രീയ വിദ്യാലയ സംഘടന, നവോദയ വിദ്യാലയ, അറ്റോമിക് എനർജി സ്കൂള്, ഡൽഹി സബോർഡിനേറ്റ് സെലക്ഷൻ സർവീസ് ബോർഡ് എന്ന് പറയുന്നത് DT+, ഇതിന്റെയൊക്കെ എല്ലാ സബ്ജക്ട്, ഓക്കെ, PGT ആൻഡ് TGT, നോൺ ടീച്ചിങ് എല്ലാ സബ്ജക്ട് എല്ലാ ബാച്ചുകളും അവൈലബിൾ ആണ്, ക്ലാസ്സസ് അവൈലബിൾ ആണ്. ഓക്കെ, ഇനി തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ കാണുന്നവര്, ഇത് ഒത്തിരി പറയാനാണെങ്കിൽ 2 മണിക്കൂർ പറഞ്ഞു കഴിഞ്ഞാലും തീരാത്തൊരു സംഭവമാണ് ഈ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ നോട്ടിഫിക്കേഷൻ നമ്മുടെ ടെലഗ്രാം ചാനലിൽ അപ്ഡേറ്റ് ചെയ്ത് തരാം, അല്ലെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് TNPSC കയറി ഡൗൺലോഡ് ചെയ്ത് വായിച്ചു നോക്കാം. ഓക്കെ, വായിച്ചു നോക്കാം. ഇനി ഇത് വായിച്ചു നോക്കാതെ ഇത് വീഡിയോ കണ്ടു, അതിനുശേഷം നോട്ടിഫിക്കേഷൻ നമ്മുടെ ചാനലിൽ കാണാം, അല്ലെങ്കിൽ ഡയറക്റ്റ് നിങ്ങൾ കയറി നോട്ടിഫിക്കേഷൻ എടുത്ത് വായിച്ചു നോക്കാം. വായിച്ചു നോക്കാതെ ഇതിന്റെ ക്വസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ട് അടിയിൽ കമന്റ് ചെയ്യരുത്, മറുപടി കിട്ടണമെന്നില്ല കേട്ടോ. കൃത്യമായിട്ട് നിങ്ങൾക്ക് വായിക്കാം. ഇനി വായിച്ചിട്ട് മനസ്സിലാകാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞിട്ട് മനസ്സിലാകാത്ത എന്തുണ്ടെങ്കിൽ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ടും മറുപടി നൽകുന്നതായിരിക്കും. വീഡിയോ കാണാതെ തമ്പനയിൽ മാത്രം കണ്ടിട്ട് പിന്നെ ബാക്കി നിരവധിയായിട്ട് ചോദ്യങ്ങളുണ്ട്, അത് വേണ്ട. നിങ്ങൾക്കാണ് അപ്ലൈ ചെയ്യേണ്ടത്, നിങ്ങൾക്കാണ് ജോലി വേണ്ടത്. അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ആപ്ലിക്കേഷൻ വിളിച്ചു കഴിഞ്ഞാൽ അത് ഏതായിക്കോട്ടെ, അതിന്റെ നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് അത് തീർച്ചയായിട്ടും 1-2 മണിക്കൂർ ഇരുന്ന് തീർച്ചയായിട്ടും അത് വായിച്ച്, അത് അണ്ടർലൈൻ ചെയ്ത്, അത് ഹൈലൈറ്റ് ചെയ്ത്, നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ മനസ്സിലാക്കിയ ശേഷം എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യാനായിട്ട് തുടങ്ങുക. ഓക്കെ, അപ്പൊ നമ്മൾ ഈ നോട്ടിഫിക്കേഷനിലേക്ക് കടക്കാം. ഓക്കെ, അപ്പം തമിഴ്നാട് ടീച്ചർ റിക്രൂട്ട്മെന്റ് ബോർഡ് TRB, ഓക്കെ, ഗവൺമെന്റ് ഓഫ് തമിഴ്നാട് എന്ന് കേൾക്കുമ്പോൾ അയ്യോ സാറേ ഞാൻ തമിഴ് പഠിച്ചിട്ടില്ലല്ലോ, തമിഴ് വേണ്ടേ? മുമ്പ് നമ്മുടെ TGT, PGT ഒരു 2-3 മാസം വിളിച്ചിരുന്നപ്പോൾ ഈ ഒരു ചോദ്യം വന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ആദ്യമായിട്ട് ഞാനൊരു കാര്യം പറയാം. എന്താണ് ആ ഒരു കാര്യം നിങ്ങളെ കാണിച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് വരാം. എന്താണ് എങ്ങനെയാണെന്നുള്ളത് കാണിച്ചിട്ട് വരാം. ഓക്കെ, എല്ലാ വീഡിയോയിലും ഞാനത് പറയുന്നുണ്ട്. ഓരോ സംസ്ഥാനത്തിന്റെ ചെയ്യുമ്പോഴും അത് വളരെ സ്പെസിഫിക് ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. അത് മനസ്സിലാകാത്തവർക്ക്, ഇപ്പം EMRSന്റെ പ്രായപരിധി 50 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് വിശ്വസിക്കാത്തവരുണ്ട്. കാരണം അത് നോട്ടിഫിക്കേഷൻ വായിക്കത്തില്ല, എത്ര പറഞ്ഞാലും മനസ്സിലാകത്തില്ല. EMRS അപ്ലൈ ചെയ്യാനായിട്ട് 50 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. TGTക്ക് 40 വയസ്സും PGTക്ക് 50 വയസ്സുമാണ്. PGTക്ക് സീറ്ററ്റോ കേറ്ററ്റോ നെറ്റോ സെറ്റോ ഒന്നും വേണ്ട, TGTക്ക് മാത്രമാണ് സീറ്ററ്റ് വേണ്ടത്. ഇത് എത്ര പറഞ്ഞാലും മനസ്സിലാകത്തില്ല. ഓക്കെ, അപ്പം ഈ കാര്യം ഞാനൊന്ന് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ട് വരാം. ഓക്കെ, ഇനി ഇതിന്റെ ഏജ് ആദ്യം പറയാം. ഓക്കെ, ഈ അസിസ്റ്റന്റ് പ്രൊഫസർ പോസ്റ്റിന്റെ ഏജ് ആദ്യം ഞാൻ പറഞ്ഞുതരാം. 57 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ കേട്ടോ. 57 57 വയസ്സാണ് കേട്ടോ. 57 വയസ്സാണ് കട്ട് ഓഫ് ഏജ് എന്ന് പറയുന്നത്. അതിലും റിലാക്സേഷൻ, നമ്മൾ അതർ സ്റ്റേറ്റ് ആയതുകൊണ്ട് നമ്മളെല്ലാം ജനറൽ ആയിട്ടേ പരിഗണിക്കത്തുള്ളൂ. ഓക്കെ, ഈ ഒരു കാര്യമാണ്, ശ്രദ്ധിച്ച് കേട്ടോളൂ. ഒന്നും കൂടി അതൊന്ന് എൻലാർജ് ചെയ്ത് കാണിക്കാം. ഓക്കെ, ഒന്നും കൂടി എൻലാർജ് ചെയ്ത് കാണിക്കാം, ഒന്ന് കുറച്ചുകൂടെ വ്യക്തമാവുമല്ലോ. ഓക്കെ, adequate knowledge of the official language of the state, namely Tamil എന്നുള്ള ഭാഗത്ത് ഓക്കെ പറയുന്നത്, as per the Tamil Nadu Collegiate Education Service rules, every person appointment to any category of the service of collegiate education by direct recruitment whose mother tongue is other than Tamil or who have not studied Tamil in any school or college should pass the special language test in Tamil for officers of the education department, high standard having code number 027 paper 1 and code number 042 paper 2 conducted by TNPSC within a period of 2 years from the date of appointment. കണ്ടോ, എപ്പോഴും ഞാൻ പറയുന്നതാണ്, കഴിഞ്ഞ പരീക്ഷ വിളിച്ചപ്പോഴും പറഞ്ഞാണ്. അതായത് നിങ്ങൾ ഈ പരീക്ഷയുടെ ടൈം ടേബിൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് പേപ്പർ 1ലും പേപ്പർ 2ലും
തമിഴ് കാണും. അതൊരിക്കലും നിങ്ങളുടെ റാങ്കുമായിട്ട്, നിങ്ങളുടെ പരീക്ഷയുടെ റാങ്കുമായിട്ട് ബന്ധമുള്ളതല്ല. നിങ്ങൾ തമിഴ് അറിയാമോ എന്ന് ടെസ്റ്റ് ചെയ്യുന്നതാണ്. അത് നിങ്ങൾ തമിഴ് മീഡിയത്തിൽ പഠിക്കാത്തവര്, തമിഴ് മദർ ടങ് അല്ലാത്തവര് എന്ത് ചെയ്യണം? അതായത് തമിഴ്നാട് PSC നടത്തുന്ന ഒരു ടെസ്റ്റ് ഉണ്ട്, അതായത് സ്പെഷ്യൽ ലാംഗ്വേജ് ടെസ്റ്റ് ഇൻ തമിഴ്. ഓക്കെ, ആ ടെസ്റ്റ് നിങ്ങൾക്ക് ജോലി കിട്ടിക്കഴിഞ്ഞാല് വിത്തിൻ എ പീരീഡ് ഓഫ് 2 years ഫ്രം ദ ഡേറ്റ് ഓഫ് അപ്പോയിന്റ്മെന്റ്, നിങ്ങൾക്ക് ജോലി കിട്ടിക്കഴിഞ്ഞാല് 2 വർഷത്തിനുള്ളിൽ TNPSC ഹയർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് നടത്തുന്ന ആ സ്പെഷ്യൽ ലാംഗ്വേജ് ടെസ്റ്റ് പാസ്സാകണം. എങ്കിൽ മാത്രമാണ് നിങ്ങളെ സ്ഥിരം ഉദ്യോഗാർത്ഥിയായിട്ട്, അവരെ ഉദ്യോഗസ്ഥനായിട്ട് പരിഗണിക്കുന്നത്, അല്ലെങ്കിൽ അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് പരിഗണിക്കുന്നത്. കേട്ടോ? അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? എല്ലാവർക്കും അപ്ലൈ ചെയ്യാം, എല്ലാ സ്റ്റേറ്റുകാർക്കും അപ്ലൈ ചെയ്യാം. ഓക്കെ, ഇനി സംശയമില്ലല്ലോ? ഓക്കെ. ഇനി നമുക്ക് ഇതിന്റെ കാര്യങ്ങൾ, അത്യാവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ, അതിലേക്ക് പോവാം. അത്യാവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിരുന്നുള്ളൂ, ബാക്കി നോട്ടിഫിക്കേഷൻ വായിച്ച് മനസ്സിലാക്കി എടുക്കുക. ഓക്കെ, അപ്പം 2708 ഒരു ദീപാവലി ബമ്പർ. ഓക്കെ, ദീപാവലി ബമ്പർ ആയിട്ടാണ് വേക്കൻസി വിളിച്ചത്. 2708 അസിസ്റ്റന്റ് പ്രൊഫസറിനെയാണ് ഗവൺമെന്റ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ആൻഡ് ഗവൺമെന്റ് കോളേജ് ഓഫ് എഡ്യൂക്കേഷൻ തമിഴ്നാട് വിളിച്ചിരിക്കുന്നത്. സാലറി സ്കെയിൽ 57,700, 1,82,400, ലെവൽ 10 ആണ്. ഏകദേശം 2-2.5-3 ലക്ഷം രൂപ സാലറി കയ്യിൽ വരും എല്ലാം കൂടെ ആയിട്ട്. ഓക്കെ, 2778 വേക്കൻസി, 2778 വേക്കൻസീസ് ആണ് വിളിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി ഡേറ്റ് കുറച്ച് നാളായി വന്നിട്ട് നമുക്ക് കുറച്ച് തിരക്കായതുകൊണ്ടാണ് വരാതിരുന്നത്. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ് നിങ്ങളോട്. 16/10, അതായത് ഒക്ടോബർ 16-നാണ് നോട്ടിഫിക്കേഷൻ വന്നത്. ഒക്ടോബർ 16-ന് വന്നു. ഓൺലൈൻ അപ്ലൈ ചെയ്യാനുള്ള പിറ്റേ ദിവസം വരെ 17/10/2010 അപ്ലൈ ചെയ്യായിരുന്നു. അടുത്ത മാസം നവംബർ മാസം 10-ാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ് ഓർത്തുകൊള്ളുക. നവംബർ 10-ാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ്. എഡിറ്റ് ഓപ്ഷൻ ഉണ്ട്. 11-ാം തീയതി മുതൽ നവംബർ 11 മുതൽ നവംബർ 13 വരെ എഡിറ്റ് ഓപ്ഷൻസ് ഉണ്ട്. എക്സാമിനേഷൻ ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ ടെന്റേറ്റീവ് തന്നിട്ടുണ്ട്. 20 ഡിസംബർ 20-ാം തീയതിയാണ് എക്സാം ടെന്റേറ്റീവ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഡേറ്റ് ഓഫ് ഇന്റർവ്യൂ പിന്നീട് അനൗൺസ് ചെയ്യുമെന്നും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം. അടുത്ത മാസം 17-ാം തീയതി വരെ അപ്ലൈ ചെയ്യാം. ഡിസംബർ 20-നാണ് എക്സാം ആയിട്ട് ടെന്റേറ്റീവ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ബാക്ക്ലോഗ് വേക്കൻസി 72, ഡിഫറൻഷിയബിൾഡ് തേർഡ്, പിന്നെ അല്ലാതെ ഒരു 3 വേക്കൻസീസ്, മൊത്തം കൂടി 2630. ടോട്ടൽ 2708 വേക്കൻസീസ് ആണ് ഈ അസിസ്റ്റന്റ് പ്രൊഫസർ വിളിച്ചിരിക്കുന്നത്. എല്ലാ സബ്ജക്റ്റുകളിലേക്കും വേക്കൻസീസ് വിളിച്ചിട്ടുണ്ട്. എല്ലാ സബ്ജക്റ്റുകളും വിളിച്ചു. ഞാൻ ഒരു ഏറ്റവും കൂടുതൽ വേക്കൻസി ഉള്ളത് മാത്രം പെട്ടെന്ന് പറഞ്ഞു വന്നു. ബയോകെമിസ്ട്രി 21, ബോട്ടണി 93, പ്ലാന്റ് ബയോളജി 28, അതുപോലെ തന്നെ കമ്പ്യൂട്ടർ സയൻസ് 182, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ 67, കെമിസ്ട്രി 187, കൊമേഴ്സ് 163, അതുപോലെ തന്നെ കൊമേഴ്സ് കോപ്പറേറ്റീവ് സെക്രട്ടറിഷിപ്പ് 28, ഇംഗ്ലീഷ് 406, എക്കണോമിക്സ് 103, എഡ്യൂക്കേഷൻ 43, ഇലക്ട്രോണിക്സ് 17, അതുപോലെ തന്നെ ജിയോഗ്രഫി 70, ജിയോളജി 20, ഹിസ്റ്ററി 71, ഹോം സയൻസ് 31, അതുപോലെ തന്നെ ഇൻഫർമേഷൻ ടെക്നോളജി IT 10, അതുപോലെ തന്നെ മാത്തമെറ്റിക്സ് 205, മൈക്രോബയോളജി 25, മലയാളത്തിന് ഒന്ന് ശ്രദ്ധിച്ചോളേ. മലയാളം വിളിച്ചിട്ടുണ്ട് കേട്ടോ, മലയാളം വിളിച്ചിട്ടുണ്ട് ഒരു വേക്കൻസി കേട്ടോ. മലയാളികള് സ്ഥിരം ചോദിക്കുന്ന മലയാളം നെറ്റുള്ളവര് ശ്രദ്ധിച്ച ഒരു വേക്കൻസി വിളിച്ചിട്ടുണ്ട്. ന്യൂട്രീഷൻ ഡയറ്റിക്സ് 23, പൊളിറ്റിക്കൽ സയൻസ് 27, ഫിസിക്സ് 152, സൈക്കോളജി 13, അതുപോലെ സ്റ്റാറ്റിസ്റ്റിക്സ് 54, സോഷ്യൽ വർക്ക് 15, ടൂറിസം ആൻഡ് ട്രാവൽ മാനേജ്മെന്റ് 10, തമിഴ് 309, വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ 21, സുവോളജി 98. ഇത്രയും വേക്കൻസീസ് ആണ് വിളിച്ചിട്ടുള്ളത്. ഓക്കെ, ഞാൻ പ്രധാനപ്പെട്ട കൂടുതൽ പോസ്റ്റുകൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, എല്ലാ സബ്ജക്റ്റും വിളിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതിലെ മെയിൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പെട്ടെന്ന് പറഞ്ഞു പോവാണ്. ഓക്കെ, ഏജ് റിലാക്സേഷൻ ഞാൻ പറഞ്ഞു, 57 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. ക്വാളിഫിക്കേഷൻ 55% മാർക്കോടെ PG. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് വേണ്ട റിസർവേഷൻ നമുക്ക് കിട്ടത്തില്ലല്ലോ. പിന്നെ UGC നെറ്റ് ഓർ CSR അല്ലെങ്കിൽ സ്ലെറ്റ് ഓർ സെറ്റ് പാസ്സായിട്ടുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. പിന്നെ PhD. ബേസിക് ക്വാളിഫിക്കേഷൻ UGC നെറ്റ് പ്ലസ് 55% മാർക്കോടെ PG ആണ് ബേസിക് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ പറയുന്നത്. ബാക്കിയുള്ളത് അഡീഷണൽ ആണ്. PhDയും മീൻസ് നമ്മുടെ എന്താ പറയാ MPhil, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ ടീച്ചിങ് എക്സ്പീരിയൻസിന്റെ കാര്യം പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഇതാണ് അഡിക്വേറ്റ് നോളജ്, തമിഴിന്റെ കാര്യം പറഞ്ഞു. പിന്നെ എക്സാമിനേഷൻ ഫീസ് 600 രൂപയാണ്. 600 രൂപയാണ് ജനറലിന്റെ ഫീസ്. SC/ST റിസർവേഷൻ ഉണ്ട് 300 രൂപയാണ്. പക്ഷെ നമുക്ക് അതർ സ്റ്റേറ്റ് ആയതുകൊണ്ട് റിസർവേഷൻ കിട്ടത്തില്ല. ഓക്കെ, 600 രൂപയാണ് ഫീസ്. നിങ്ങൾ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ ഓൺലൈൻ വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഓൺലൈൻ വഴി അപ്ലൈ ചെയ്യാനുള്ള അഡ്രസ് ഉണ്ട് www.trb.tn.gov.in. ഇതുവഴി കയറിയിട്ട് നിങ്ങൾക്ക് ഓൺലൈൻ വഴി അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾ ഓൺലൈൻ ആപ്ലിക്കേഷന്റെ കൂടെ അപ്ലോഡ് ചെയ്യേണ്ട ഡോക്യുമെന്റ്സ് SSLC 10th, പിന്നെ നിങ്ങൾക്ക് ഇതിന്റെ എല്ലാത്തിന്റെയും സർട്ടിഫിക്കറ്റും മാർക്ക് ഷീറ്റും അപ്ലോഡ് ചെയ്യണം. UGC സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെയാണ് PG സർട്ടിഫിക്കറ്റ്, MPhil സർട്ടിഫിക്കറ്റ്, BEd ഉണ്ടെങ്കിൽ BEdന്റെ സർട്ടിഫിക്കറ്റ്, BEd ആപ്ലിക്കബിൾ ആയിട്ടുള്ളതിനൊക്കെ, MEd ഉണ്ടെങ്കിൽ MEdന്റേത്, PhDയുടേത്, നെറ്റ്, സ്ലെറ്റ്, സെറ്റ്,
പിന്നെ അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് അത് ഇഫ് ആപ്ലിക്കബിൾ ആണെങ്കിൽ പിന്നെ നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് അത് ആപ്ലിക്കബിൾ ആയിട്ടുള്ളവർ, അതുപോലെ തന്നെ കോൺടാക്ട് സർട്ടിഫിക്കറ്റ്, ക്യാരക്ടർ സർട്ടിഫിക്കറ്റ്, പിന്നെ നമ്മുടെ ട്രാൻസ്ജെൻഡർ ആണെങ്കിൽ അവരുടെ ID, ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ അവരുടെ സർട്ടിഫിക്കറ്റ്. അപ്പം ഒരുവിധപ്പെട്ട എല്ലാ സർട്ടിഫിക്കറ്റിന്റെ കോപ്പി വിത്ത് മാർക്ക് ഷീറ്റ് അപ്ലോഡ് ചെയ്യണം. ഓക്കെ, എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അതിന്റെ കാര്യങ്ങളെല്ലാം അപ്ലോഡ് ചെയ്യണം. കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ടവർ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം. സ്കീം ഓഫ് എക്സാമിനേഷൻ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തമിഴ് കമ്പൽസറി പറഞ്ഞിട്ട് നമുക്ക് ബാധകമല്ല. ഓക്കെ, മൊത്തം 230 മാർക്കിനാണ് പാർട്ട് 1 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്. പാർട്ട് A അത് മൾട്ടിപ്പിൾ ചോയ്സ് കമ്പൽസറി തമിഴാണ്. പിന്നെ ഞാൻ പറഞ്ഞ തമിഴിന്റെ കാര്യം പറഞ്ഞു, നമുക്കതൊരു ഇഷ്യൂസ് അല്ല. പിന്നെ പാർട്ട് B സെലക്ടഡ് സബ്ജക്ട് 150 മാർക്ക്. പാർട്ട് 2 ഡിസ്കറ്റീവ് ജനറൽ ടോപ്പിക്സ്, അതുപോലെ തന്നെ ബാക്കിയുള്ള എക്സ്പീരിയൻസ് 15 മാർക്ക്, ഇന്റർവ്യൂ 15, മൊത്തം 230 മാർക്കിനാണ് എക്സാമിനേഷൻ എന്ന് പറയുന്നത്. അതിന്റെ ജനറൽ പേപ്പറിന്റെ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ എക്കണോമി, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ ഹിസ്റ്ററി, മോഡേൺ ഹിസ്റ്ററി, ഹിസ്റ്ററി ഓഫ് എക്കണോമി ഓഫ് തമിഴ്നാട്, എൻവയോൺമെന്റൽ ഇക്കോളജി, സയൻസ് ആൻഡ് ടെക്നോളജി, കറണ്ട് അഫയേഴ്സ് എല്ലാം ചേർത്താണ് ജനറൽ പോർഷൻസ് വരുന്നത്. ബാക്കിയെല്ലാം സബ്ജക്ട് വൈസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞു. ഓക്കെ, അപ്പൊ ഇതിന്റെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഇതിലുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ ഇതെല്ലാം നന്നായിട്ട് വായിച്ച് ഓരോന്നിന്റെയും സ്പെസിഫിക് ആയുള്ള സിലബസും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം അപ്ലൈ ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി അതിന് സംശയമുള്ളവർ തീർച്ചയായിട്ടും അത് വായിച്ചു നോക്കിയ ശേഷം നിങ്ങൾ ഈ നോട്ടിഫിക്കേഷൻസ് വായിച്ചു നോക്കുമ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാകാത്ത ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിലൂടെയോ ഞാൻ നേരത്തെ പറഞ്ഞ നമ്പറിലോ വിളിച്ച് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചോദിക്കാവുന്നതാണ്. അല്ലാതെ ഇതൊന്നും കാണാതെ വന്നതിന്റെ അടി ഒന്ന് കമന്റ് ചെയ്താൽ മറുപടി കിട്ടുന്നതല്ല. ഇതിൽ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യത്തിനും നിങ്ങൾ കമന്റ് ഇട്ട് കഴിഞ്ഞാൽ മറുപടി തരുന്നതല്ല. കാരണം നിങ്ങൾ വീഡിയോ കാണുന്നില്ല, ജോലി വേണം, പക്ഷെ ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റ് ചിലവാക്കാൻ സമയമില്ല. ചിലവാക്കൂ, എന്നിട്ട് എത്രയും പെട്ടെന്ന് ഇത് അപ്ലൈ ചെയ്യുക. ഓക്കെ, അവസാനം വരെ വെച്ചുകൊണ്ടിരിക്കരുത്. ഓക്കെ, അപ്പൊ തമ്മിലൊരു ഇഷ്യൂസേ അല്ല. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. വേറൊന്നുമില്ല. അവസാനമായിട്ട് ഒന്നുകൂടി പറയുന്നത്, തീർച്ചയായിട്ടും നിങ്ങൾ മാക്സിമം ലൈക്ക് കൊടുക്കുക, ഷെയർ കൊടുക്കുക. ഈ റവന്യൂ അങ്ങനെയുള്ള കാര്യങ്ങളെ ഉള്ള ചാനൽ അല്ല, അതുകൊണ്ടല്ല. നിങ്ങൾ ലൈക്കും ഷെയറും ചെയ്യുമ്പോൾ ധാരാളം പേരിലേക്ക് യൂട്യൂബ് തന്നെ റെക്കമെൻഡ് ചെയ്യുകയും ഒരുപാട് പേരിലേക്ക് ഇത് എത്തുകയും അവർക്ക് ജോലി എത്രയും പെട്ടെന്ന് ലഭിക്കുകയും ചെയ്യും. ഓക്കെ, ഒന്നുകൂടി പറയുന്നത്, EMRS അപ്ലൈ ചെയ്യാനായിട്ടുള്ള ലാസ്റ്റ് ഡേറ്റ് നാളെയാണ്. അപ്ലൈ ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്തോളുക. ലേഡീസിന് 50 വയസ്സ് വരെ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഒരു സർട്ടിഫിക്കറ്റും വേണ്ട, ഇപ്പോഴും ഫോട്ടോന്റെ സിഗ്നേച്ചർ മതി. ഓക്കെ, ഇനി അതിനെപ്പറ്റി എന്തെങ്കിലും സംശയമുള്ളവർ ഈ നമ്പറിൽ വിളിച്ച് ചോദിക്കാം. അതുപോലെ തന്നെ അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഇതിന്റെ എല്ലാ ബാച്ചസും അവൈലബിൾ ആണ് കേട്ടോ. EMRSന്റെയും KVയുടെയും എല്ലാ ബാച്ചസുകളും എല്ലാ സബ്ജക്റ്റുകളും നോൺ ടീച്ചിങ് പോസ്റ്റുകൾക്കുള്ള അഡ്മിഷനും അവൈലബിൾ ആണ്, കോഴ്സുകൾ അവൈലബിൾ ആണ്. ഈ നമ്പറിൽ നിങ്ങൾക്ക് വിളിച്ച് അന്വേഷിക്കാവുന്നതാണ്. ഓക്കെ, താങ്ക് യു ആൾ. വന്ദേ മാതരം. ജയ് ഹിന്ദ്.